ഒരു സ്കൂൾ മാഷിന്റെ മകനായി ജനിച്ച് മലയാള സിനിമയുടെ തലവര മാറ്റിയ ഒരു മനുഷ്യന്റെ കഥയറിയാം. വർഷങ്ങൾക്ക് മുൻപ് ചെന്നൈയിലേക്ക് വണ്ടി കയറുമ്പോൾ ശ്രീനിവാസൻ എന്ന യുവാവിന്റെ കയ്യിൽ വലിയ ബാങ്ക് ബാലൻസോ സിനിമയിലെ ഗോഡ് ഫാദർമാരോ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് അഭിനയിക്കാൻ അറിയാമെന്ന ഉറച്ച വിശ്വാസം മാത്രം. എന്നാൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് പരിഹാസങ്ങളായിരുന്നു. അവസരങ്ങൾക്കായി ആരുടെയും പുറകെ നടക്കാതെ സ്വന്തമായി അദ്ദേഹം കഥകൾ എഴുതാൻ തുടങ്ങി. ഒരു സാധാരണക്കാരന്റെ അപകർഷതാബോധവും ദാരിദ്ര്യവും തന്റെ ചിത്രത്തിലൂടെ നർമ്മത്തിൽ ചാലിച്ച് അദ്ദേഹം അവതരിപ്പിച്ചു. മലയാള സിനിമയിലെ ഏറ്റവും ഡിമാൻഡുള്ള നടനും തിരക്കഥാകൃത്തുമായി അദ്ദേഹം മാറി. തന്റെ ഉയരക്കുറവിനെയും രൂപത്തെയും മറ്റുള്ളവർ കളിയാക്കുന്നതിന് മുൻപ് വടക്കു നോക്കി യന്ത്രം എന്ന ചലച്ചിത്രത്തിലൂടെ അദ്ദേഹം സ്വയം കളിയാക്കി. ശ്രീനിവാസൻ വിജയിച്ചത് ഒരാളെയും അനുകരിച്ചല്ല, താൻ എന്താണെന്ന് ധൈര്യമായി ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടാണ്. ചിരിച്ചും ചിന്തിപ്പിച്ചും ഒരു പതിറ്റാണ്ടുകളോളം നമ്മെ വിസ്മയിപ്പിച്ച ആ അതുല്യ പ്രതിഭയ്ക്ക് വിട. ആ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം. മറക്കണം, മറന്നേ പറ്റൂ. ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല.